കേരളത്തിലെ ഗവൺമെൻറ്റും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഈ ഒരു മതം ഉപേക്ഷിക്കുന്നതാണ് ഇന്ന് എനിക്ക് തോന്നുന്നു നല്ലത്. കാരണം ഉണ്ടല്ലോ, മദ്രസകളിലും പള്ളികളിലും നല്ല നല്ല മഹാന്മാരും പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻസ് മറ്റു മതക്കാരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാനല്ല പറയുന്നത്. ഒരു കൂട്ടം വിഭാഗം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കേരളത്തിലേക്ക് ഒട്ടാകെ കാണിച്ചു തരാം, അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പൊലുമ്പാണ്. അതായത് നല്ല നല്ല സദസ്സുകളിലും അതുപോലെ വേദികളിലൊക്കെ ഓപ്പണായിട്ട് പബ്ലിക്കലി ഇങ്ങനെ പറഞ്ഞു തുപ്പുകയാണ്. ഇന്നേ വരെ ഞാൻ ഈ ഒരു മതം ഉപേക്ഷിക്കാൻ തയ്യാറ് തന്നെ. കലിമ ചൊല്ലി ആണല്ലോ നമ്മുടെ പകൽഗ്രാമിൽ ആ 26 പേരെ ഇല്ലാതാക്കിയത് കലിമ ചൊല്ലാത്തതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു. അത് മുസ്ലിങ്ങൾ ഒന്നടങ്കം തീവ്രവാദികളായി മാറിയ ഒരു കാലമായിരുന്നു നമുക്ക് കുറച്ച് ദിവസങ്ങളിലായി. ഇന്നും അതിൻ്റെ കെട്ടിറങ്ങിയിട്ടില്ല. നമുക്കറിയാലോ, നമ്മുടെ അത് ആ ഒരു സിന്ദൂർ എന്ന് പറയുന്ന യുദ്ധം അല്ലെങ്കിൽ അത് കോർഡിനേഷൻ ചെയ്ത ഒരു വ്യക്തി, ഒരു സ്ത്രീയാണത്. അവരുടെ പേര് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അവരുടെ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ഒരു മന്ത്രി ഒരു പൊതു സദസ്സിൽ അവരെ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. ആരാ പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്തേ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ കലിമ അറിയാൻ പാടില്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഇതാണ് കലിമ. പഠിച്ചു വെച്ചു. ഇല്ല, എല്ലാവരും ഇനി പഠിച്ചു വയ്ക്കുന്നതല്ലാണ്ട്. ഇപ്പോൾ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണല്ലോ വന്ന് കൊല്ലുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതെന്ന് പറയുന്നത്. ഈ മതം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് ഒരേ ഒരു ഇതുള്ളൂ. ഏതെങ്കിലും പൊതു സദസ്സുകൾ, ഏതെങ്കിലും ജനങ്ങളെല്ലാവരും അംഗീകരിച്ച ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു പണ്ഡിതനോ ആരെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിം വേറെ ഏത് മതക്കാരെയെങ്കിലും ക്രൂരമായിട്ട് ഇല്ലാതാക്കാനോ ഈ മതം സംരക്ഷിക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിശീലനം നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു തെളിവായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ കാണിച്ചു തരാൻ പറ്റും? ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ഈ ഒരു മതക്കാരനായിട്ട് സപ്പോർട്ട് ചെയ്യും, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എതിർത്ത് തന്നെ പറയും. ഇതുപോലെ ഭീകരവാദം ഇതേപോലെ ഇവരെ പോലെ എത്ര അടയാളങ്ങൾ എത്ര കാരണങ്ങൾ നമ്മൾ കാണിച്ചു തരാം നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഓരോ സോഷ്യൽ മീഡിയയിലും ഓരോ സദസ്സുകളിലും അതും ആയിരക്കണക്കിനും 10,000-കണക്കിനും ഇവരുടെ ഇത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴുള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്, നല്ലൊരു പേടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാനും ഇന്ന് ജനങ്ങൾ കൂടിത്തരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച് അത് നിറച്ചുകൊണ്ടിരിക്കുക. കാരണം ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രമണം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാടുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നതാണ്. അതും പക്കയായിട്ട് മുസ്ലിം മാത്രം എടുത്തെടുത്ത് മുസ്ലിം നാമധാരികളോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ട കാരണം എന്താണ്? ഇദ്ദേഹത്തിനെതിരെ എന്താണ് നിയമ നടപടികൾ എടുക്കാത്തത്? ഇനി അതൊന്നുമല്ല, ഒരു പബ്ലിക്കലി ഒരു ന്യൂസ് ചാനൽ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഏത് പാർട്ടിയെ താങ്ങുന്നതാണ് എന്നും തന്നെ നമുക്കൊരു വിഷയമല്ല. അവർ ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഒന്നും തന്നെ വിഷയമല്ല. പക്ഷേ അവർ ഒരു ന്യൂസിലൂടെ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ ആകുമ്പോൾ അവർക്കിത് എന്താണ് നിയമ നടപടി എടുക്കാത്തത്? അതും കൂടി ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഇന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ്റും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലെ ചെറുതും വലുതുമായ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെതിരെ ശബ്ദിക്കണം എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു ന്യൂസ് കണ്ടോ നിങ്ങൾ? പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമ ചെയ്തില്ല. അജ്മൽ കസബിനും അഫ്സൽ ഗുരുവിനും യാക്കൂബ് മേമനും ജുമ ചെയ്ത ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല? ഹമാസിനും പാലസ്തീനും യഹ്യാ സിൻവറിനും ജുമ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? ലക്ഷദ്വീപിന് വേണ്ടി സേവ് ദ്വീപ് ജുമ ചെയ്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ ജുമ ചെയ്തു. മുത്തലാഖിനെതിരെ ജുമ, വഖഫിനെതിരെ ജുമ, എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ? കർമ്മ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ വന്നതാണ്. അന്ന് യുദ്ധം നടന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ ജുമായുടെ സമയത്ത് അവർക്കെതിരെ ദുആ ചെയ്തില്ല? അത് കണ്ടവർക്ക് ഒരുപാട് പേർക്ക് അറിയാം. പല പള്ളികളിലും നമ്മുടെ നാടിന് വേണ്ടി രാജ്യം കാക്കുന്ന ആർമിക്ക് വേണ്ടിയും ഈ പല പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും നടത്തിയതായിട്ട് നമ്മൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഇനി അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ കൂടി ഞാൻ പറയുന്നത് അതെന്തിനാണ് ഇത്ര വെളിവാക്കി പുറത്തു പറയേണ്ട കാര്യം? കാരണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ തീവ്രവാദികളായിട്ട്
പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇവരെ പോലുള്ള കൂട്ടി എല്ലാവരെയും ഞാൻ പറയില്ല, ഇവരെ പോലെ കുറച്ച് ഒരു സമൂഹത്തിൽ കുറച്ച് പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർ കണക്ക് കൂട്ടുന്നത്. പിന്നെ എന്തിനാണ് അവർ അത് ഉന്നയിച്ചിട്ട് ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങൾ തീവ്രവാദികളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഉന്നയിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഈ നാട്ടിലെ സമാധാനം നശിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് ഇതുപോലെ ഭീകരത സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഇത്രയും പച്ചക്ക് ഇങ്ങനെ പറയുന്നവരെ എന്തുകൊണ്ടാണ് നിയമ നടപടികളിലേക്ക് എടുക്കാത്തതെന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്. കാരണം നമ്മുടെ രാജ്യത്തിന് മോശമായ രീതിക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു, അത് തെറ്റ് തന്നെയാണ്, അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുത്തു. അതിന് നമ്മൾ അങ്ങനെ എടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ടൈമിൽ എന്തുകൊണ്ടാണ് ആ ഒരു യുദ്ധത്തെ തന്നെ പ്രതിനിധീകരിച്ച് തന്നെയാണ് ഈ പറഞ്ഞ ആളുകളും അതിനെ ഉൾപ്പെടുത്തി ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആഞ്ഞ് വിളയാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മധ്യപ്രദേശിലെ ഒരു മന്ത്രി, അതും ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി തന്നെ ഒരു നമ്മുടെ ആ ഒരു യുദ്ധം സിന്ദൂർ എന്നൊരു യുദ്ധം നടത്തിയ ആ ഒരു കേണൽ പദവിയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി നമ്മളെല്ലാവരും അഭിമാനത്തോടെ തന്നെ നോക്കുക. ഞാനൊക്കെ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ എന്നുള്ളൊരു പെണ്ണെന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അവരൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു അതുപോലെ ഈ കൊണയടിക്കുന്ന മാതിരിയല്ല. അതിന് സല്യൂട്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവരെ ആദരിക്കേണ്ട, അല്ലെങ്കിൽ അവരെ പ്രശംസിക്കേണ്ട സമയത്ത് വന്നിട്ട് പറയാം അവർ ആ ഒരു ടീമിൻ്റെ, അതായത് സിന്ദൂരം മായ്ച്ചവരുടെ സഹോദരി എന്ന് പറഞ്ഞ് അവരെ മെൻഷൻ ചെയ്തിട്ട് ഒരു സദസ്സിൽ, അതും ഒരു പൊതുവേദിയിൽ അവഹേളിക്കുക അല്ലെങ്കിൽ നാണം കെടുത്തുക, അവരൊന്നും അല്ലാതാക്കുക. അതും ഈ പറഞ്ഞ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രിയാണ്. അവർക്കെതിരെ കേസെടുത്തു, അല്ലെങ്കിൽ നിയമ നടപടി കോടതി തന്നെ പറഞ്ഞു എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇന്ന് ഇതുപോലെ തന്നെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്യും. ഞാനിപ്പോഴും നിങ്ങളോട് വെല്ലുവിളിക്കുക, ഏതെങ്കിലും ഒരു പണ്ഡിതൻ 4 പേര് അംഗീകരിക്കണം, അതായത് ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ഹിന്ദുക്കളെ കൊല്ലണം, ക്രിസ്ത്യൻസിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊപ്പിയും വെച്ച് സലാം പറഞ്ഞു വന്ന ആ ഒരു പണ്ഡിതനല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ജനങ്ങൾ അംഗീകരിച്ച ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇസ്ലാമിൽ അംഗീകരിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരാരെങ്കിലും വന്നിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും തീവ്രവാദികളാണ്, അല്ലെങ്കിൽ അവർ രാജ്യം നശിപ്പിക്കുന്നവരാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു മദ്രസകളിലോ അല്ലെങ്കിൽ ഒരു സദസ്സുകളിലോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവർ പ്രസംഗിച്ചതായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തെളിവൊന്ന് കാണിച്ചു, ഞാൻ ഈ ഒരു മതം വിട്ട് പിന്മാറാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊന്ന് കാണിച്ചാലാണ് വളരെ അല്ലാത്ത പക്ഷം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ഉൾക്കൊള്ളിക്കാനാണ് നിങ്ങൾ ഈ മതത്തിൻ്റെ ഇതാണെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ എടുക്കണം ദയവ് ചെയ്ത്. കാരണം ഇതും കാണുന്ന മറ്റുള്ളവർക്കൊരു ഒരു എന്താ പറയുക, അതൊരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്പ്രെഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മതത്തിൻ്റെ സ്പ്രെഡിങ് ഇങ്ങനെ പ്രസംഗത്തിലൂടെയും മറ്റതിലൂടെയും വലിയ വിഷയമൊന്നും ഇല്ലാത്ത ഒരു അത് അവർക്ക് അംഗീകരിച്ച്, അത് കാരണം അവിടെ ജീവിക്കുന്നവർ അംഗീകരിച്ച ഒരു കാര്യമാണ്, അവർ അതിൻ്റെ രീതിക്കാണ് പോകുന്നതെന്ന് ഓർക്കാം. ഇന്ന് കേരളത്തിൽ അങ്ങനെയല്ല ജീവിക്കുന്നത്, ആരും തന്നെ അങ്ങനെയല്ല, കാരണം ഒരു മതം തിരിച്ചല്ല ജീവിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പിരിപ്പിക്കാൻ നടക്കുന്ന ഇതുപോലെ പബ്ലിക്കലി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വരുന്നവരെ നിയമ നടപടിക്ക് വിധേയമാക്കി അവർക്കെതിരെ കേസ് എടുക്കണം, അവർക്കെതിരെ നിയമ നടപടി എടുക്കുക എന്ന് അതിന് കഴിവില്ലാഞ്ഞിട്ടാണോ അതോ പേടിച്ചിട്ടാണോ, എന്തുകൊണ്ടാണ്, അതോ ഇങ്ങനെ തന്നെ ആവണമെന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരും ഇവർക്കെതിരെ വാതുറക്കുന്നില്ല, ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല, ഇവർക്കെതിരെ ഒന്നും തന്നെ അനക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഞങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക ഒരു വികാരം തന്നെ, അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് കണക്കൂട്ട്. എന്നിട്ട് അതുപോലുള്ള പ്രസംഗങ്ങളും ഇതും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതൊന്ന് ഒഴിവാക്കിയേക്ക്.